ഹലോ. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്റെ അനിയത്തിയുടെ എൻഗേജ്മെന്റ് വിശേഷങ്ങൾ കാണിക്കാനാണ്. ഇതാണ് എന്റെ ചിറ്റയുടെ വീട്. കുറുമശ്ശേരിയിലാണ് ഇവിടെ താമസിക്കുന്നത്. എന്റെ അനിയത്തിന്ന് ഉദ്ദേശിച്ചത് എന്റെ അച്ഛന്റെ പെങ്ങളുടെ മോളുടെയാണ്. എന്റെ അച്ഛന് രണ്ട് പെങ്ങന്മാരാണ്. മൂത്ത ആളുടെ മോളാണ് ഈ നിൽക്കണേ. രണ്ടാമത്തെ ആളുടെ മോളുടെ എൻഗേജ്മെന്റിന് ഞങ്ങൾ വന്നേക്കണേ. എന്റെ അച്ചാച്ചനും ഞങ്ങൾ എല്ലാവരും കൂടി വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ എന്റെ ചിറ്റ, അച്ഛന്റെ പെങ്ങളാണ്. മേലെ അവള് റെഡി ആയിട്ടുണ്ട് ഇരിക്കാൻ കേട്ടോ. ഇതാണ് കിങ്ങിണി. ഞങ്ങൾ കിങ്ങിണി വിളിക്കെങ്കിലും ശരിക്കുള്ള പേര് ദേവിക എന്നാണ് കേട്ടോ. ഇത് അവളുടെ ഫ്രണ്ട്സ് ആണ്. എല്ലാവരും കൂടി റെഡി ആയിട്ട് ഹോളിലേക്ക് പോവാൻ കേട്ടോ. ചിറ്റയുടെ മൂത്ത മോനാണ് എന്റെ അനിയൻ അച്ചു. അഭിരാമ പേര്. അച്ഛന്റെ കണ്ണ് കാണാൻ പറ്റുള്ള അപ്പൊ അമ്മയും അച്ഛനും ചേച്ചിയും അച്ഛനും ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് ഹോളിൽ. ഇതാട്ട ഹോള്. ഞങ്ങളിവിടെ എത്തിയപ്പോഴേക്കും കൊടുങ്ങല്ലൂർന്ന് അമ്മായിമാരും മാമാരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും പൊന്നും കൂടിയാണ് കിങ്ങിനെ ഹോളിലേക്ക് ഇറക്കിയത്. പൊന്നും കിങ്ങിന്റെ വലിയച്ഛന്റെ മോളാണ് കേട്ടോ. ഇങ്ങനെ എത്തിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നന്ദുവും ഫാമിലിയും എത്തിയിട്ടോ. ഇതാണ് നന്ദുവിന്റെ അച്ഛനും അമ്മയും, പിന്നെ എന്റെ ചിറ്റയും ഇളച്ചനും. കൈമാറുന്നു. തുടർന്ന് വരന്റെ സഹോദരി വധുവിന് പുടവ കൈമാറ്റം ചെയ്യുന്നു. തുടർന്ന് കല്യാണക്കുറി വായിച്ചതിനു ശേഷം കേക്ക് കട്ടിങ്ങോടുകൂടി വേദിയിലെ ചടങ്ങുകൾ നമ്മുടെ സന്തോഷപൂർവ്വം അവസാനിപ്പിക്കുന്നതായിരിക്കും. ചടങ്ങുകൾ നമ്മുടെ ദേവികയുടെയും അനന്തവിന്റെയും അമ്മാവന്മാര് ജാതകം കൈമാറുന്നതിന് വേണ്ടി ഇരുവരുടെയും അമ്മാവന്മാരെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുകയാണ്. അനന്തവിന്റെയും ദേവികയുടെയും അമ്മാവന്മാരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിൽ ഇരുവരുടെയും ജാതകം കൈമാറിയിരിക്കുകയാണ്. തുടർന്ന് വധുവും വരനും പരസ്പരം മോതിരം അണിയിക്കുന്ന ചടങ്ങിലേക്ക് കടക്കുന്നു. കുടുംബാംഗങ്ങൾ എല്ലാവരും തന്നെ പുറകിലേക്ക് നിൽക്കുവാനായിട്ട്, അതായത് അനന്തവിന്റെയും ദേവികയുടെയും കുറച്ച് പുറകിൽ നിൽക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു.
മോതിരം എടുത്തു നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. രണ്ടുപേരുടെയും അമ്മാവന്മാരെ ഒരിക്കൽ കൂടി ക്ഷണിക്കുന്നു. വേദിയിൽ ഇരുവരും പരസ്പരം മോതിരം അണിയിക്കുകയാണ്. ചടങ്ങ് നിർവഹിക്കുന്നത് അനന്തയുടെ പ്രിയപ്പെട്ട സഹോദരി അനന്യയാണ്. ദേവിക്ക് പുടവ നൽകുന്നതിന് വേണ്ടി അനന്യയെ ക്ഷണിക്കുന്നു. പുടവ സ്വീകരിക്കുന്നതിന് വേണ്ടി ദേവിയെയും ക്ഷണിക്കുകയാണ്. സ്നേഹക്ഷണമായി തന്നെ ഇവിടെ വളയിടുന്ന ചടങ്ങാണ്. അനന്തയുടെ അമ്മയാണ് വേദിയിൽ ദേവിക്ക് വളയിട്ട് നൽകുന്നത്. അനന്തയുടെ കുടുംബത്തിലേക്ക് അമ്മയുടെ മരുമകളായി മകളായി സ്വീകരിക്കുന്നതിന്റെ ഒരു സ്നേഹം എന്നോണം അമ്മ ഈ വേദിയിൽ ദേവിക്ക് വള അണിയിച്ച് നൽകുകയാണ്. രണ്ട് വ്യക്തികളോടൊപ്പം രണ്ട് കുടുംബങ്ങൾ കൂടി മനോഹരമായ രീതിയിൽ ഒന്നുചേരുന്നതിന്റെ സന്തോഷം എന്നോണം മധുരം എന്നോണം ഈ വേദിയിൽ അനന്തയുടെ സഹോദരിയും മറ്റൊരു ബന്ധുവും കൂടി ചേർന്ന് മധുരം ഈ ഒരു വേദിയിൽ നൽകുകയാണ്. തുടർന്ന് അനന്തു ദേവികയുടെ കല്യാണ പത്രിക വേദിയിൽ വായിക്കുന്ന ചടങ്ങാണ്. ഈ ഒരു ചടങ്ങ് നിർവഹിക്കുന്നതിന് വേണ്ടി ദേവികയുടെ അച്ഛൻ സജീവ് അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. അമ്മാവൻ ഈ ചടങ്ങിൽ എല്ലാ ദേവിയുടെ അനന്തവിലേക്ക് വിവാഹങ്ങളിലേക്ക് ഞാൻ പറയാൻ പോകുന്നത് 8/5/2025 10-11 മധ്യേ ഫീ പാർക്ക് ഓഡിറ്റോറിയം പ്രദേശത്ത് ഈ വന്നിരുന്ന എല്ലാവരും അവിടെ ഉണ്ടാവുമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവരുടെയും വിവാഹം ഉറപ്പിച്ച് ഇവരുടെ വിവാഹം നടക്കുന്ന ക്ഷണമാണ് ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിച്ചത്. ഒരു കയ്യടിയുടെ കുറവ് മാത്രമേ ഉള്ളൂ കേട്ടോ. എല്ലാവരും കൂടെ ചേർന്ന് സഹായിക്കാം. ഇനി ഈ ഒരു വേദിയിൽ നിങ്ങൾ രണ്ടുപേരുടെയും വിവാഹ നിശ്ചയത്തിന്റെ സന്തോഷം എന്നോണം കേക്ക് കട്ട് ചെയ്ത് പരസ്പരം മധുര മധുരം വേദിയിൽ പരസ്പരം കട്ട് ചെയ്ത് പങ്കുവയ്ക്കാനായിട്ട് പോവുകയാണ്. ലൈഫ് എടുക്കുക, ഒരുമിച്ച് കേക്ക് കട്ട് ചെയ്ത് പരസ്പരം മുഖത്തോട് മുഖം നോക്കി വളരെ സന്തോഷമായി തന്നെ പങ്കുവയ്ക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. ദേവിക കൺഗ്രാറ്റുലേഷൻസ്. നല്ലൊരു കൈയ്യടി ഈ ഒരു സമയം നമുക്ക് സമ്മാനിക്കാം. റിംഗ് എക്സ്ചേഞ്ച് കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയും ചേട്ടനും ഞാനും സൂര്യനും കൂടി അവിടെ നിന്ന് പോന്നു. ഞങ്ങൾക്ക് വേറൊരു എൻഗേജ്മെന്റ് കൂടി ഉണ്ട്, അവിടേക്ക് പോണേ. സന്ദേശം ദീപാവളി അച്ഛനും പൂജയുടെ എൻഗേജ്മെന്റ് ഞങ്ങൾ വന്നേക്കുന്ന സന്ദേശിയുടെ മോളാണ്. അവരുടെ എൻഗേജ്മെന്റ് ആണ്, ചെക്കൻ വീട്ടിലെ എൻഗേജ്മെന്റ് ആണ് കേട്ടോ. അതൊക്കെ അവിടെ എല്ലാവരും വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ചു നേരം നിന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് ഇനി ഓർമ്മശ്ശേരിയിലേക്ക് പോവാണ്. അവിടെ കുറച്ച് പരിപാടികളും കൂടി ഉണ്ട്.